വെൽക്കം ടു അമ്മായിസ് കിച്ചൻ. അസ്സലാമു അലൈക്കും. അമ്മായിസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയാണ്. നമുക്ക് എന്തെല്ലാം ആവശ്യമായ സാധനങ്ങൾ കാണാം. വരും എല്ലാവരും വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഇവിടെ കാണുന്നത് ബീഫ് വരട്ടിയ കറിയും ബിരിയാണി റെഡിയായതുമാണ് കാണുന്നത്. നമുക്ക് ആവശ്യമായ സാധനങ്ങൾ: ഗരം മസാല, മീറ്റ് മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചെറുനാരങ്ങ, കടലെണ്ണ, സബോള, ഇറച്ചി, മിൽമ നെയ്യ്, പച്ചമുളക്, മിൽമ നെയ്യ്, തൈര്, പുതിന, മല്ലിയില, പട്ട, കറാമ്പ്, തർക്കോലം, ഏലക്കായി, ഇഞ്ചി പേസ്റ്റ്, തക്കാളി, അരി. 2 കിലോ അരിൻ്റെ ബിരിയാണിൻ്റെ റെസിപ്പിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ അരി തമിഴ്നാട്ടിലത്തെ അരിയാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. കുക്കറിൽ ഞങ്ങൾ വേകാൻ വയ്ക്കാൻ പോകുന്ന ഇറച്ചിയാണ് ഇത്. മസാല കുറച്ചിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എങ്ങനെ ഉണ്ടാക്കുന്നത്. ആദ്യം ഒരു ചട്ടി വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ചു. അതിനുശേഷം നമുക്ക് കടലെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടലെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് എണ്ണ ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: പട്ട, കറാമ്പ്, ലേശം പെരുംജീരകം, തർക്കോലം, ഏലക്കായ് ഇവയെല്ലാം ഇട്ട് മൂക്കുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഫസ്റ്റ് ഇതാണ് ഇടേണ്ടത്. എണ്ണയിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമുക്ക് വേറെ സാധനങ്ങൾ ഇട്ട് കൊടുക്കാം ഓരോന്നായിട്ട്. എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് കാണണം. ഒരു കിലോ സബോളയുണ്ട്. 1 കിലോ സബോളയാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലോണം മൂത്ത് വഴങ്ങി വരട്ടെ. അതിനുശേഷം നമുക്ക് വേറെ സാധനങ്ങൾ ചേർക്കാം. ഇത് നല്ലോണം മൂത്ത് വഴങ്ങിയാൽ ബിരിയാണിയിൽ ഇത് ഉള്ളി കടിക്കാണ്ടിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഉള്ളി നന്നായിട്ട് കറുകറുന്ന് കടിക്കും. ഇത് നന്നായി വഴങ്ങി വരണം. ഇത് നന്നായി വഴങ്ങി വന്നതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളി ചതച്ചത് കുറച്ച് ഇട്ട് കൊടുക്കാം. പച്ചമുളക് 5-6 ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇടുന്നുണ്ട്. മുളക് കമ്മിയേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നമുക്ക് നന്നായി മൂത്ത് വരട്ടെ. വെള്ളം ഇറച്ചിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇത് ചെറിയ ഉള്ളി ചതച്ചതാണ്. ഇത് ഇട്ടാൽ നല്ല സോഫ്റ്റായിരിക്കും. ചോറ് കഴിക്കാൻ നല്ല സ്വാദുണ്ടാകും. ചെറിയ ഉള്ളി അരച്ചത് ചേർത്താൽ നമുക്ക് നല്ല സ്വാദുള്ള ബിരിയാണി തയ്യാറായി കിട്ടും. ഇത് വഴങ്ങിയതിന് ശേഷം നമുക്ക് അടുത്ത സാധനം എന്താണെന്ന് നോക്കാം വീഡിയോയിൽ. അടുത്ത സാധനം നമുക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇഞ്ചി പേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി പേസ്റ്റ് നമുക്ക് ആവശ്യമായതാ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം വഴങ്ങി വരട്ടെ. നമുക്ക് നന്നായി വഴങ്ങി വന്നതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളിയാണ്. നല്ല നാടൻ തക്കാളിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടാകും ബിരിയാണിക്ക്. എപ്പോഴും നാടൻ തക്കാളിയാണ് ബിരിയാണിക്ക് ഉപയോഗിക്കേണ്ടത്. ആപ്പിൾ തക്കാളി ഉപയോഗിക്കാൻ പറ്റില്ല. ലേശം ഉപ്പിട്ട് കൊടുക്കുക. അത് വഴങ്ങി വരാൻ വേണ്ടിയിട്ട്. നമുക്ക് അതിൻ്റെ ഇടയിൽ ഗ്യാപ്പിൽ ചെറുനാരങ്ങ പിഴിഞ്ഞ് വയ്ക്കാം. ഇത് 3 ചെറുനാരങ്ങ നീരാണ് ഞങ്ങളിവിടെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത്. അപ്പോഴേക്കിന് ഇത് നല്ലോണം മൂത്ത് വരട്ടെ. നമുക്ക് അതിനാവശ്യമായ സാധനങ്ങൾ വേറെയും ചേർക്കാനുണ്ട്. നമുക്ക് അതിന് ശേഷം കുറച്ച് ഇലകൾ ഇട്ട് കൊടുക്കാം. പുതിന, മല്ലിയില, ഗരം മസാല അതെല്ലാം ഇട്ടതിന് ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മീറ്റ് മസാല, 1 സ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് വണങ്ങിയതിന് ശേഷം നമുക്ക് പുതിന ഇട്ട് കൊടുക്കാം. നല്ല ഫ്രഷ് പുതിനയാണ്.
കഴുകി വൃത്തിയാക്കിയ പുതിന, മല്ലിയില നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണ്. എല്ലാം കഴുകി വൃത്തിയാക്കി ആദ്യമേ വെച്ചതാണ്. പുതിന ഇടുന്തോറും മല്ലിയില ഇടുന്തോറും സ്വാദേറും നമ്മുടെ ബിരിയാണിക്ക്. ഇത് രാവത്തർ സ്റ്റൈലിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. രാവത്തർ ബിരിയാണി എന്നും പറയും, ദമ്മ് ബിരിയാണി എന്നും പറയും. ഇതിന് തമിഴ്നാട്ടിൽ റാവത്തർ ബിരിയാണി പറയും, നമ്മുടെ നാട്ടിൽ ദമ്മ് ബിരിയാണി എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ ഇതിന് പറയുക എന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കണം. നമുക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കാം. തൈര് നന്നായി ഇളക്കി യോജിപ്പിച്ച് മസാലയിൽ കൂടെ കലർത്തി ഇതാക്കണം. അതിനുശേഷം ഇറച്ചി വേവിച്ച് വെച്ചത്, കുക്കറിൽ വേവിച്ച് വെച്ചത് 2 വിസിലേ ഇട്ടിട്ടുള്ളൂ. ചെറിയ പിഞ്ച് ഇറച്ചിയാണ്. നമുക്ക് ഈ മസാലകളെല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇറച്ചി കൊട്ടിക്കൊടുക്കാം. കാണാൻ തന്നെ നല്ല ഭംഗിയില്ല ഗൈസ്, നല്ല മണം വരുന്നുണ്ട്. നമുക്ക് ഇറച്ചി അതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 വിസിൽ ഇട്ടിട്ടുള്ളൂ. അപ്പോഴേക്കും നല്ല വെന്തിട്ടുണ്ട് ഇറച്ചി. നമുക്ക് ഇത് നന്നായി ഒന്ന് സെറ്റായി വരട്ടെ. മസാലയിൽ കടന്നിട്ട് സെറ്റായി വന്നതിന് ശേഷം നമുക്ക് ആവശ്യമായ വെള്ളങ്ങൾ ഒഴിച്ചു കൊടുക്കുക. എത്ര ഗ്ലാസ് അരി? 2 ഗ്ലാസ് അരിയാണെങ്കിൽ 4 ഗ്ലാസ് വെള്ളം ഒഴിക്കും. അത് ആ കണക്കിലാണ് ഒഴിക്കുന്നത്. നമ്മളുടെ അരി എത്രയുണ്ടോ അതിനനുസരിച്ച് ഡബിൾ വെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ബീഫ് ബിരിയാണി ഇവിടെ റെഡിയാകാൻ പോവുകയാണ്. വെള്ളം തിളയ്ക്കണം. വെള്ളം കുറച്ചും കൂടി ഒഴിക്കണം. വെള്ളം ഒഴിച്ചത് പോരാ, ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം. ഒഴിച്ചതിന് ശേഷം നമുക്ക് തിളച്ചതിന് ശേഷം നമുക്ക് അരി കഴുകി ഇട്ട് കൊടുക്കാം. അരി വന്ന് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അരിയാണ്. നല്ല വിലയും കമ്മിയാണ്. നല്ല അരിയാണ്. നല്ല സ്വാദുള്ള അരിയാണ്. ഇവിടെ ഇങ്ങനത്തെ അരി കിട്ടില്ല. നമുക്ക് നോക്കാം അരി എങ്ങനെ പൊട്ടിയിട്ട് ദമ്മാകുന്നെന്ന് കണ്ടു നോക്കാം. ബിരിയാണിൻ്റെ എല്ലാ ചേരുവകളും ചേർത്ത് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് മൂടി വയ്ക്കാം. തിളച്ചതിന് ശേഷം നമ്മൾ ബിരിയാണി അരി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ബിരിയാണി അരി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. എല്ലാവരും ഇത് കാണണം, ഇതുപോലെ ചെയ്ത് നോക്കണം. ബിരിയാണി സൂപ്പറായിരിക്കും. എസൻസുകളൊന്നും ഞങ്ങളിതിൽ ഒഴിക്കാറില്ല. എസൻസ് ഒഴിച്ചാൽ നന്നായിരിക്കില്ല, അതിൻ്റെ ടേസ്റ്റ് മാറിക്കിട്ടും. ഇതാണ് ദമ്മ് ബിരിയാണിക്കുള്ള ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് ഞങ്ങൾ ദമ്മ് ബിരിയാണി പറയുന്നതും റാവത്തർ ബിരിയാണി എന്നും പറയും ഇതിന്. ഈ സ്റ്റൈലിൽ ബിരിയാണി വെച്ചാൽ സൂപ്പറായിരിക്കും. നമുക്ക് ചെറുനാരങ്ങ ഒഴിച്ച് കൊടുക്കാം. അരി ഇട്ടതിന് ശേഷം ചെറുനാരങ്ങ പിഴിഞ്ഞ് വെച്ചതിൻ്റെ നീര് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ചെറുനാരങ്ങ ഒഴിച്ച് കൊടുക്കുന്നത് അരി ഒട്ടാണ്ടിരിക്കാനാണ്. ഒന്നോടൊന്ന് ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാനും ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുന്നത്. നമുക്കിവിടെ ദമ്മ് ആകാരായിട്ടുണ്ട്. ചോറ് കുറച്ച് നേരം ഇളക്കി കൊടുക്കാം. നമുക്ക് ചോറ് ഇളക്കി നോക്കാം. ബിരിയാണി റെഡിയാകാറായിട്ടുണ്ട്. ബ്രൗൺ ബിരിയാണി നമുക്കിവിടെ പാകമായി വരുന്നുണ്ട്. കുറച്ച് നേരം കൂടി ഇരിക്കണം, ഒരു 5 മിനിറ്റും കൂടി ഇരിക്കണം. അത് കഴിഞ്ഞാൽ ബിരിയാണി എങ്ങനെയുണ്ട് ഗൈസ്? നമ്മളിവിടെ ഒരു കളറും ഒന്നും ചേർക്കുന്നില്ല. സാധാരണ മസാലൻ്റെ നിറമാണ് ഈ ബിരിയാണിക്കുള്ളത്. ഒരു കളറോ വേറെ വല്ല എസൻസോ ഒന്നും ഒഴിക്കുന്നില്ല. സാധാരണ നാച്ചുറലായിട്ടുള്ള ഇഞ്ചി പൂണ്ട് പേസ്റ്റ്, തക്കാളി, ഈ പുതിന, മല്ലിയില, ചെറുനാരങ്ങ ഇത്രയും സാധനങ്ങളും നമ്മളിതിൽ ചേർത്തിരിക്കുന്നത്. ഇത് നമുക്ക് ദമ്മായി വരുന്നുണ്ട്. ബിരിയാണി റെഡിയാകുന്നുണ്ട്. അടുപ്പിലാണെങ്കിൽ നമ്മൾ അതിൻ്റെ മേലെ തീവാരിയിടും മൂടി വെച്ചിട്ട്. ഞങ്ങൾ ഗ്യാസിലായതുകൊണ്ട് ഒരു ചട്ടി വെള്ളമാണ് വെയിറ്റിന് അതിൻ്റെ മേലെ വെക്കുന്നത്. ഗ്യാസിലാണ് ഞങ്ങൾ വെക്കുന്നത്. അത് വെയിറ്റിന് വേണ്ടി ചൂടുവെള്ളം ഒരു ചട്ടി മേലെ വെച്ചിരിക്കുകയാണ്. തീയൊന്നും ഇടുന്നില്ല. ഇപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയാണ്. നമുക്ക് ബിരിയാണി ദമ്മ് പൊട്ടിച്ച് നോക്കാം.
ബീഫ് ബിരിയാണി ഇവിടെ റെഡിയാണ് ഗൈസ്. എല്ലാവരും കഴിക്കാൻ വരണം. നന്നായിട്ടുണ്ട്. ഇറച്ചി പിഞ്ചിറച്ചി ചെയ്തുകൊണ്ട് വേഗം ഉടഞ്ഞിട്ടുണ്ട്. 2 വിസിലേ ഇട്ടിട്ടുള്ള ഇറച്ചി. നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ ഗൈസ്, ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല ചോറ്. ഇങ്ങനെ ഉണ്ടാകണം ദമ്മ ബിരിയാണി. എല്ലാവരും വരിക, കഴിക്കുക, കമൻറ്റ് പറയണം, ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മായി കിച്ചണിലേക്ക് എല്ലാവരും വരിക, കഴിക്കാൻ. ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇടയിൽ കൂടെ ഞങ്ങൾ ബീഫ് കറി റെഡിയാക്കിയതാണ്. അതിൻ്റെ റെസിപ്പി പറയാൻ മറന്നുപോയി ഗൈസ്. അടുത്ത വീഡിയോയിലേക്ക് ഞങ്ങൾ പറയുന്നതാണ്. പുതിന ചട്നിയാണ് ഇരിക്കുന്നത്, പിന്നെ തൈര് ചട്നി, ബീഫ് വരട്ടിയ കറി, ബീഫ് ബിരിയാണി. എല്ലാവരും സൈക്കിളല്ലേ